അല്ലെ? കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് സിലബസിൽ ഇല്ല അല്ലെ? എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, റിവിഷൻ നടന്ന സമയത്തേ പറഞ്ഞതാണ്, ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, ലെറ്റേഴ്സിന്റെ നമ്പർ കൃത്യമായി അറിയില്ല എങ്കിൽ എഴുതി തന്നെ ചെയ്യാം. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ LGS ഫേസ് 2 LGS വേരിയസിന്റെ രണ്ടാമത്തെ ഫേസിലുള്ള പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതിലേക്ക് എത്താനുള്ള എളുപ്പ മാർഗവും ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ടടുത്ത പരീക്ഷകൾ വരാനുള്ളവർ അല്ലെങ്കിൽ അടുത്ത പരീക്ഷ എഴുതാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും അത് ഉപകാരപ്പെടും, അതെന്തായാലും ഉറപ്പാണ്. ഇനി നമുക്ക് പരീക്ഷയെക്കുറിച്ച് പൊതുവായിട്ടൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 20 ചോദ്യങ്ങളുടെ സ്വഭാവം ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു കേട്ടോ. 19 ചോദ്യങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ ആദ്യത്തെ ഫേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലെവല് മുകളിലേക്ക് കയറി എന്ന് പറയാം കേട്ടോ. ആദ്യത്തെ ഫേസിൽ നമുക്ക് കിട്ടിയ ചോദ്യങ്ങളെല്ലാം ഭയങ്കര സിമ്പിൾ ആയിരുന്നു. സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന തരത്തിലുള്ള LGS ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഫേസിലേക്ക് എത്തിയപ്പോഴത്തേക്കും ചോദ്യങ്ങൾ LGS നിലവാരത്തിൽ നിന്നും ഉയർന്നിട്ടില്ല, പക്ഷേ ഒരല്പം കൂടി ഹാർഡായിട്ട് തോന്നിയതായിട്ട് ഒരുപാട് പേര് പറഞ്ഞു. എനിക്കും അങ്ങനെ അത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്യത്യാസമുണ്ട്, ലെവൽ ഒരു അല്പം കൂടി ഒന്ന് അപ്പായി എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ്. പിന്നെ ഈ സിലബസ് വിട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ബേസിക് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് SCRT ചോദ്യം നോക്കിയവർ അല്ലെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിച്ചവർക്കെല്ലാം എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ആ ചോദ്യങ്ങൾ വന്ന വഴി എന്താണ്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നേരെ ക്ലാസ്സിലേക്ക് പോവാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. തുക കാണുക. 3, 6, 9 അങ്ങനെ ഏതുവരെ? 90 വരെ. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തതാണ് അല്ലെ? ഇതുപോലെ തുക കാണാനായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആരെ ഓർക്കണം? എണ്ണൽ സംഖ്യകളുടെ തുകയെക്കുറിച്ച് ഓർക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലെ? അപ്പൊ 3, 6, 9 ഇങ്ങനെ പോകുന്നു, ഏതുവരെ? 90 വരെ പോകുന്നു. ഈ സംഖ്യാശ്രേണിയുടെ തുക കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം എന്താന്ന് വെച്ചാൽ, ഈ 3, 6, 9, 90 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് സമാന്തര ശ്രേണിയായി പരിഗണിക്കേണ്ടി വരും. അപ്പൊ തന്നെ തുക കാണാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമാണ്. പകരം നമ്മൾ ഇത്തരം ചോദ്യങ്ങളെ സമീപിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത് ഈ തന്നിരിക്കുന്ന ശ്രേണിയിൽ എല്ലാവരും തന്നെ 3ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? 3, 6, 9, 90 അല്ലെ? അപ്പൊ അവരെല്ലാവരും 3ന്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഒരു 3നെ അവിടെ പൊതുവായിട്ട് അങ്ങ് എടുത്തു വെക്കുക. 3 പൊതുവായിട്ട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാ ഉള്ളേടാ? അവിടെ ആദ്യത്തെ 3ൽ നിന്ന് 3 പോയാൽ പിന്നെ 1 ആണുള്ളത്. 6ൽ നിന്ന് 3 പോയാൽ പിന്നെ വരുന്നത് 2 ആണ്. പിന്നെ 9 ആണ്. 9ൽ നിന്ന് 3 പോയാൽ പിന്നെ വരുന്നത് 3 ആണ്. ഇങ്ങനെ ഏതുവരെ ഉണ്ട്? 90 ഉണ്ട് അല്ലെ? ഈ 90ൽ നിന്ന് നമ്മളൊന്ന് 3 ഡിവൈഡ് ചെയ്ത് മാറ്റുകയാണ്. ബാക്കി എത്ര ഉള്ളൂ? 30. മനസ്സിലായോ? ഇപ്പൊ അതിന്റെ ഒരു ശ്രേണിയുടെ സ്വഭാവം മനസ്സിലായല്ലോ. അപ്പൊ 3 നമ്മൾ പൊതുവായിട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാ? 1, 2, 3 ഇങ്ങനെ ഏതുവരെ ഉള്ളൂ? 30 വരെ ഉള്ളൂ. അപ്പൊ ഈ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ തുക കാണാനായിട്ട്, അല്ലെങ്കിൽ ഈ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, n×n+1/2. ഇതറിയാത്ത ആൾക്കാരും ഇല്ലല്ലോ അല്ലെ? അപ്പൊ 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായിട്ട് n എന്ന് പറയുന്നത് 30 ആയിട്ട് എടുക്കുക. 30 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ n = 30 എന്നങ്ങനെ എടുക്കുക അല്ലടാ. നമ്മളിവിടെ ചെയ്യുന്നത് 30നെ ഇങ്ങനെ പൊതുവായിട്ട് അങ്ങ് ഇടുക അല്ലെ? 30 വരെയുള്ള തുക എടുക്കാൻ n ആയിട്ട് ആരെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? 30നെയാണ്. അപ്പൊ എങ്ങനെ എഴുതുക? 30 × 31. 30 × 31/2 ഇങ്ങനെ കൊടുത്തോളൂ. പിടികിട്ടിയോ? അപ്പൊ ഈ തുക കാണുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് അല്ല. 30ഉം 31ഉം തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 30നെയും 2നെയും ക്യാൻസൽ ചെയ്യാം അല്ലെ? 30നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 15 എന്നല്ലേ? ഓക്കെ, അപ്പൊ ഈ 3 അവിടെ തന്നെ കിടന്നോട്ടെ. പിന്നെ വരുന്ന 15 × 31 എന്നാണ് അല്ലെ? 15 × 30 എന്ന് വെച്ചാൽ ആരാ? 450 ആണ്. അപ്പൊ 15 × 31 എന്ന് പറഞ്ഞാലോ 465 എന്നാണ് അല്ലെ? അപ്പൊ ആ 465നെ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയാൽ പോരെ? മതി. ഓക്കെ, അപ്പൊ 30 × 31/2നെയാണ് നമ്മൾ 465 എന്ന് എഴുതിയത്. ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ 400നെ 3 കൊണ്ട് ഗുണിച്ചാൽ 1200, 60നെ 3 കൊണ്ട് ഗുണിച്ചാൽ 180, 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 15. അപ്പൊ എങ്ങനെ കിട്ടും?
1395 എന്ന് നമുക്ക് എഴുതാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തുക 1395. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. പിടികിട്ടിയോ? ഇവിടെ സമാന്തര ശ്രേണിയുടെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ LGS സിലബസിൽ സമാന്തര ശ്രേണി പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പൊതുവെ നമ്മൾ സമാന്തര ശ്രേണിയുടെ ഇക്വേഷനോ ഒന്നും പഠിച്ചു വെക്കാറില്ല. പക്ഷേ ഈ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്ന സംഗതി നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 3നെ പൊതുവായിട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് കിട്ടുന്നതൊന്നും അത്ര വലിയ കാര്യമല്ല അല്ലെ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 1 മുതൽ 30 വരെയുള്ള തുക എടുക്കാനാണ്. അപ്പൊ 30 × 31/2 തുക എടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് 3 കൊണ്ട് ഗുണിക്കുക അല്ലെ. ഇപ്പൊ 3ന്റെ ഗുണിതം തന്നെ എപ്പോഴും വരണമെന്നില്ല. 5ന്റെ ഗുണിതം ആകാം അല്ലെ, 4ന്റെ ഗുണിതം ആകാം, അങ്ങനെയൊക്കെ വരാം. 5ന്റെ ഗുണിതം നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്, 3ന്റെ ഗുണിതവും ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അത് അതുപോലെ വന്നു എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഇതിന്റെ ലിമിറ്റ് മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇപ്പൊ 90 വരെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചില പരീക്ഷകളിൽ 60 വരെ ചോദിക്കാറുണ്ട്, ചില പരീക്ഷകളിൽ 180 വരെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വ്യത്യാസം വരും. 150 വരെ ചോദിച്ച ഒരു പരീക്ഷ ഈ 2024 തന്നെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടതാണ് ആ മോഡൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ബ്ലഡ് റിലേഷൻ അല്ലെ, രക്തബന്ധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലെ. കുടുംബ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് ഈ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഒരു ട്രീ വരച്ച് ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഒന്ന് വരച്ച് അവരുടെ കണക്ഷൻ എന്താണെന്നൊന്ന് വരച്ച് നോക്കിയിട്ട് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ A Bയുടെ അച്ഛനാണ് അല്ലെ. A Bയുടെ അച്ഛനാണ്, C Dയുടെ സഹോദരനാണ്, E Cയുടെ അമ്മയാണ്, Bയും Dയും സഹോദരന്മാരാണ്, Eക്ക് Aയുമായിട്ടുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതൊരു ട്രീ പോലെ വരച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ഫാമിലി ട്രീ. അപ്പൊ A Bയുടെ അച്ഛനാണ് എന്ന് പറയുകയാണ്. അപ്പൊ A എന്ന് പറയുന്ന ആളുടെ ആരാണ്? മകനാണോ മകളാണോ B? അത് നമുക്കറിയില്ല അല്ലെ. കാരണം ബിയുടെ ജെൻഡർ നമുക്ക് അറിയില്ല. അപ്പൊ B അതുപോലെ തന്നെ എഴുതുക. പക്ഷെ A ആരാണ്? അച്ഛനാണ്. അച്ഛനായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? A മെയിൽ ക്യാരക്ടർ ആണ്. അപ്പൊ ജെൻഡറും കൂടെ എഴുതി പോയാൽ നമുക്ക് റിലേഷൻ എഴുതാൻ പെട്ടെന്ന് പറ്റും. ഓക്കെ, അടുത്ത് പറയുന്നു C Dയുടെ സഹോദരനാണ്. അപ്പൊ C ആരാണ്, D ആരാണ്? ഇവിടുന്ന് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. Aയും Bയും ആയിട്ട് Cക്കും Dക്കും ഇപ്പൊ നിലവിൽ ബന്ധമില്ല. അടുത്ത് പറയാണ് ഈ Cയുടെ അമ്മയാണ്. Eയും Cയും വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. പക്ഷെ അടുത്ത് നമുക്ക് Bയും Dയും വന്നിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു B ഉണ്ട്. അപ്പൊ Bയും Dയും സഹോദരന്മാരാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലായി? Bയും Dയും മെയിൽ ക്യാരക്ടേഴ്സ് ആണ് എന്ന് മനസ്സിലായി. അപ്പൊ Bയും Dയും മെയിലാണ്. A എന്ന് പറയുന്നത് Bയുടെ അച്ഛനാണ് അല്ലെ. Bയുടെ സഹോദരനാണ് ആര്? D. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു. ഇനി പറയാണ്, അടുത്ത് മുകളിലേക്ക് തന്നെ പോവാട്ടോ. C Dയുടെ സഹോദരനാണ് അല്ലെങ്കിൽ C Dയുടെ സഹോദരനാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇപ്പൊ ഓൾറെഡി Bയും Dയും തമ്മിൽ ഒരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആ Dയിലേക്ക് ആരെ കൊണ്ടുവന്നാൽ മതി? Cയെ കൂടി കൊണ്ടുവന്നാൽ മതി. ശരിയല്ലേ? അപ്പൊ ഇവരെല്ലാവരും സിബ്ലിങ്സാ. ഇവര് 3 പേരും സഹോദരന്മാരാണ് അല്ലെ. അപ്പൊ C Dയുടെ സഹോദരനാണ്. അപ്പൊ B Dയുടെ സഹോദരനാണ്, D Bയുടെ സഹോദരനാണ്, C Dയുടെ സഹോദരനാണ്. അപ്പൊ ഇവരെല്ലാവരും എന്താണ്? സഹോദരന്മാരാണ്. എല്ലാവരും പുരുഷന്മാരാ അല്ലെ. ഇനി എന്ത് പറയാണ്? ഈ Cയുടെ അമ്മയാണ്. ഈ ആരാണ്? Cയുടെ അമ്മയാണ്. അപ്പൊ Cയുടെ അമ്മയെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതാരാണ്? E ആണ്. കണ്ടോ? അപ്പൊ ഇതാരാണ്? ഫീമെയിൽ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കഥയിൽ ആര് മാത്രമേ ഉള്ളൂ? E മാത്രമാണ് ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി Aയുടെ മക്കളാണ് Bയും Dയും Cയും. അപ്പൊ Cയുടെ അമ്മയാണ് E അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാടാ? Aയും Eയും. കണ്ടോ? Aയും Eയും എന്താണ്? ദമ്പതിമാരാണ് അല്ലെ. ഭാര്യ ഭർത്താക്കന്മാരാണ്. ശരിയല്ലേ? ഇതാണ് ആ ഒരു ട്രീ, അവരുടെ ഫാമിലി ട്രീ. ഇതാണ്. ഇങ്ങനെയാണ് ആ 5 അംഗങ്ങളെ നമ്മൾ എന്ത് ചെയ്തത്? കണക്ട് ചെയ്തത്. ഇനി നമ്മളോടുള്ള ചോദ്യം എന്താന്ന് നോക്കാം. Eക്ക് Aയുമായിട്ടുള്ള ബന്ധം എന്തെന്നാണ് അല്ലെ. E എന്ന് പറയുന്ന ക്യാരക്ടറിന് Aയോടുള്ള ബന്ധം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ പോയിന്റ് ആരാണ്? E ആണോ A ആണോ? Aക്ക് Eയോടുള്ളതല്ലല്ലോ. അല്ല, Eക്ക് Aയോടുള്ളത്. എന്ന് വെച്ചാൽ Aയുടെ ആരാണ് E എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ A എന്ന് പറയുന്ന അച്ഛനും E എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ E ആരാണ്? Aയുടെ ഭാര്യയാണ്. മനസ്സിലായി? ഇത്രേ ഉള്ളു കഥ. അപ്പൊ അമ്മ അച്ഛന്റെ ഭാര്യയാണ് കഥ. പിടികിട്ടിയോ? അപ്പൊ ക്ഷമയോടുകൂടി ഇതൊന്ന് വരച്ച് ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത ശേഷം എന്ത് ചെയ്യുക? ഉത്തരത്തിലേക്ക് പോവുക. അതാണ് സേഫ്. ആകെ ടെൻഷൻ ആയി പോകരുത്. പരീക്ഷ ഹാളിൽ ഇരുന്നിട്ടേ വെറുതെ അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് സമയം കളയരുത്. ഇതുപോലെ കൃത്യമായി
എന്ത് ചെയ്യുക, ഓരോ പരമ്പര കൃത്യമായിട്ട് ഒരു ജനറേഷൻ ഇങ്ങനെ, തൊട്ടടുത്ത ജനറേഷനിൽ എങ്ങനെയാണ് അത് കൃത്യമായിട്ട് നോക്കുക, ഒരേ ജനറേഷനിൽ വരുന്നവരുടെ ബന്ധം നോക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ അല്ലെ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻസർ ഭാര്യ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക്, കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോസ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും? നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്, FMPQC എന്ന് പറയുന്ന കോഡ് തന്നിട്ടുണ്ട്. ഇതിന്റെ വേർഡ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ കോഡിനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തപ്പോ അതെന്തായിട്ട് കിട്ടിയിരുന്നു? ഹോസ് എന്ന് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേ രീതിയിലുള്ള ഒരു കോഡ് ഭാഷയിൽ ILGDC എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് നമ്മുടെ സിലബസിലുള്ളതല്ല, പക്ഷെ ആദ്യത്തെ ഫേസ് പരീക്ഷയിലും കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഫേസിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലെ, നമ്മൾ ചെയ്ത് പഠിച്ചതുമായിരുന്നു അല്ലെ. അപ്പൊ FMPQC, FMPQC കണ്ടോ? ഇതിന് വന്നിരിക്കുന്ന വേർഡ് എന്താണ് എന്നൊന്ന് നോക്കിയേ. അതിന്റെ ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഹോസ് കണ്ടോ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ FMPQC ഹോസിലേക്ക് വന്ന വഴി നോക്കുക. FHലേക്ക് വന്നത് എങ്ങനെ അല്ലെ? F എന്ന് പറയുന്നത് 6ാമത്തെ ലെറ്റർ ആണ്, H 8ാമത്തെ ലെറ്റർ. എത്ര കൂടിയിട്ടാ? 2 കൂടിയിട്ടാ. M 13ാമത്തെ ലെറ്റർ ആണ് അല്ലെ? O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ. ശരിയല്ലേ? അപ്പൊ എത്ര കൂടിയിട്ടാ? 2 കൂടിയിട്ടാ. P 16ാമത്തെ ലെറ്റർ ആണ്, R 18ാമത്തെ ലെറ്റർ. 2 കൂടിയല്ലോ അല്ലെ? അതുപോലെ Q എത്രാമത്തെ ലെറ്റർ? 17ാമത്തെ ലെറ്റർ അല്ലെ? എന്നാൽ S എന്ന് പറയുന്നത് 19 അല്ലേ? ആണ്. C 3ാമത്തെ ലെറ്റർ ആണ്, E 5ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ അവിടെ എല്ലാം എത്ര കൂടിയിട്ടുണ്ട്? 2 വീതം കൂടിയിട്ടാണ് എന്തോന്നിരിക്കുന്നത്? ആ വേർഡിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അടുത്ത വേർഡും ചെയ്യാമല്ലോ. അതെങ്ങനെയാ? ILGDC എന്നാണ്. ILGDC. ഓക്കെ, അപ്പൊ നമ്പർ കൊടുത്ത് നോക്കാം. I 9ാമത്തെ ലെറ്റർ ആണ് അല്ലെ? L 12ാമത്തെ ലെറ്റർ ആണ്, G എന്ന് പറയുന്നത് 7ാമത്തേതും, D 4ാമത്തേതും, C 3ാമത്തേതും ലെറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ വേർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എല്ലാം 2 കൂട്ടി എഴുതണമല്ലോ. 9 എന്നുള്ളത് എത്രയാവും? 11 ആവും. 12 14 ആകും. 7 9 ആകും. 4 6 ആകും. 3 5 ആകും. ഓക്കെ, ഇനി ലെറ്റേഴ്സ് എഴുതുകയാണെങ്കിൽ 11ാമത്തെ ലെറ്റർ K ആണ്, 14ാമത്തെ ലെറ്റർ N ആണ് അല്ലെ? പിന്നെന്താണ് വരുന്നത്? 9ാമത്തെ ലെറ്റർ. 9ാമത്തെ ലെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എഴുതിയതാ I അല്ലെ? പിന്നെ വരുന്ന 6ാമത്തെ ലെറ്റർ F ആണ്, പിന്നെ 5ാമത്തെ ലെറ്റർ E ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നൈഫ്. പിടി കിട്ടിയ അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എപ്പോഴും നമ്പർ എഴുതി ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് തെറ്റാൻ സാധ്യതയുണ്ട്. നമ്പർ ആകുമ്പോൾ പിന്നെ സേഫാ. അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും അറിയുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കുക, ലെറ്റേഴ്സിന്റെ നമ്പർ കൃത്യമായി അറിയില്ല എങ്കിൽ എഴുതി തന്നെ ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും ഒരു ലെറ്റർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കേട്ടോ. പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യന്റെ പുറകെ കുറെ നേരം കൂടി കളയും. അപ്പൊ അതുകൊണ്ട് നമ്പേഴ്സ് എഴുതി തന്നെ ചെയ്താൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഡിവിഷൻ എന്നത് ഇൻറ്റു, മൈനസ് എന്നത് പ്ലസ്, പ്ലസ് എന്നാൽ മൈനസ്, ഇൻറ്റു എന്നാൽ ഡിവിഷൻ. മനസ്സിലായോ? ഇത് നമ്മുടെ മെന്റൽ എബിലിറ്റി പാർട്ടിലെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക്കാണ്. എന്താണ്? ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ അല്ലെ? ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അതായത് ചിഹ്നങ്ങൾക്ക് പകരം വേറെ ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? 4/3 മൈനസ് 2 പ്ലസ് 6 ഇൻറ്റു 3ന്റെ വില എത്ര എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ആ സംഖ്യകൾ അങ്ങ് എടുത്തെഴുതുക. നമ്മൾ അവിടുത്തെ ചിഹ്നങ്ങളെ നോക്കുക വേണ്ട, ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം എടുത്തെഴുതുക. നമ്പേഴ്സ് ആരൊക്കെയുണ്ട്? 4 അല്ലെ? പിന്നെ ഒരു 3 വന്നു, 2 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, പിന്നെയും 3 വന്നിട്ടുണ്ട്. അപ്പൊ 4 3 2 6 3 ഇത്ര എഴുതി വെച്ചല്ലോ. ഇനി നമുക്ക് ചിഹ്നങ്ങൾ മാറ്റിയിടാം. ഇവിടെ ഉള്ളത് എന്താണ്? ഡിവിഷന്റെ ചിഹ്നമാണ്, ഹരണത്തിന്റെ ചിഹ്നമാണ് അല്ലെ? അപ്പൊ ഹരണത്തിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് ഏതാണ്? ഗുണനമാണ്. അപ്പൊ അതുകൊണ്ട് ഗുണന ചിഹ്നം കൊടുത്തു. അടുത്തത് വരുന്നത് ഒരു മൈനസ് ചിഹ്നമാണ്, കുറയ്ക്കാനുള്ള ചിഹ്നമാണ്. ഇതെന്താക്കുക? പ്ലസ് ആക്കുക. അടുത്ത് വരുന്ന ഒരു പ്ലസ് ചിഹ്നമാണ്. പ്ലസിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? ഒരു മൈനസ് കൊടുക്കുക. അതവിടെ കൊടുത്തു. അടുത്ത് വരുന്ന നോക്കിയേ, ഇവിടെ ഒരു ഇൻറ്റു ആണ് അല്ലെ? ഗുണന ചിഹ്നമാണ്.
ഗുണനത്തിന് ചിഹ്നം പകരം എന്ത് കൊടുക്കുക, അവിടെ ഒരു ഡിവിഷൻ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കാം അല്ലെ. ഇവിടെ ബോർഡ് മാസ് റൂളിന്റെ പൂർണ്ണമായ ആവശ്യം വരുന്നില്ല, ബിയും ഒയും വേണ്ട, നമുക്ക് ആ ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഡി മാസ് മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെ. ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ. അപ്പൊ ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. എങ്ങനെ? 6ഉം 3ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യുക. 6ഉം 3ഉം ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ 4ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 4 3 12. ഓക്കെ. പിന്നെ എന്തേ ഉള്ളൂ, പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ. അപ്പൊ പ്ലസ് അവിടെ ഇട്ടു, പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ ഒരു -2. ഓക്കെ ആയോ? അപ്പൊ ആദ്യം ഒരു 2 ഉണ്ടായിരുന്നു. എങ്ങനെയാ 2 കിട്ടിയേ? ഡിവിഷന്റെ ബലമായിട്ട് കിട്ടിയതാ. ആ 2ആണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ 2ഉം ഈ 2ഉം തമ്മിൽ ആദ്യമേ വേണമെങ്കിൽ കുറച്ച് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓർഡർ കൃത്യമായി പാലിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 14 2 കുറച്ചാലും മതി. പിന്നെ അഡീഷനും സബ്ട്രാക്ഷൻ വരുമ്പോൾ ഇതിൽ ഏത് ആദ്യം ചെയ്താലും നമുക്ക് പ്രശ്നമില്ല. 12ഉം 2 14, 14 2 പോയാൽ എത്രേ ഉള്ളൂ, 12 തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എന്താണ് എന്ന് ചോദിച്ചാൽ 12. കിട്ടിയോ? അപ്പൊ ചെയ്യേണ്ട കാര്യം എത്രേ ഉള്ളൂ, ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നമ്പേഴ്സ് മാത്രം എടുത്തെഴുതുക. നമ്പേഴ്സ് മാത്രം, ചിഹ്നങ്ങളെ തുടരുത് കേട്ടോ. നമ്പേഴ്സ് ക്രമത്തിൽ എഴുതിയ ശേഷം എന്ത് ചെയ്യുക, ചിഹ്നങ്ങൾക്ക് പകരമുള്ള ചിഹ്നങ്ങൾ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. എങ്ങനെ? 12 എത്തി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനകത്ത് വലിയ ഷോർട്ട് കട്ട് ഒന്നും ഉപയോഗിക്കാനില്ല കേട്ടോ. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി, കിട്ടിക്കോളും. ഓക്കെ. അടുത്തൊരു ചോദ്യം, എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഓക്കെ. എക്സും വൈയും ഒറ്റ സംഖ്യകളാണ്, രണ്ടൊറ്റ സംഖ്യകളാണ് എക്സും വൈയും എങ്കിൽ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ആരാണ് ഇരട്ട സംഖ്യയായിട്ട് വരുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? രണ്ടൊറ്റ സംഖ്യയാണ്, നമ്മുടെ സൗകര്യാർത്ഥം രണ്ടൊറ്റ സംഖ്യകളെ എഴുതുക. അപ്പൊ ഞാൻ എഴുതുകയാണ് 7ഉം 3ഉം ഒറ്റ സംഖ്യകളാണല്ലോ. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എക്സും വൈയും കൂടെ ഡിവൈഡ് ചെയ്താൽ ഒറ്റ സംഖ്യ കിട്ടുമോ ഇരട്ട സംഖ്യ കിട്ടുമോ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, 7നെയും 3നെയും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുമോ, ഒറ്റ സംഖ്യ കിട്ടുമോ ഇരട്ട സംഖ്യ കിട്ടുമോ? ഇവിടെ എന്തായാലും ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും കിട്ടുന്നില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നമുക്ക് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ 2 സംഖ്യകൾ എടുക്കും. ഇപ്പൊ 15 എന്ന് പറയുന്ന ഒരു സംഖ്യ അല്ലെ. 15നെ ഒറ്റ സംഖ്യയായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഒന്നല്ലേ കിട്ടുള്ളൂ. ഇതെന്താണ്, ഒറ്റ സംഖ്യ അല്ലേ, നമുക്ക് വേണ്ട ഇരട്ട സംഖ്യ അല്ലേ, അതുകൊണ്ട് ഇത് തെറ്റാ. ഓക്കെ. അപ്പൊ അത് അവിടെ ഇരുന്നോട്ടെ. അടുത്ത പറയാണ് ഈ 2 സംഖ്യകൾ ഗുണിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 7 3 തന്നെ എടുക്കാം. 7നെയും 3നെയും ഒന്ന് ഗുണിച്ചു നോക്കി, 7 3 21. ഇത് ഒറ്റ സംഖ്യ അല്ലെ. നമുക്ക് ഇരട്ട സംഖ്യ കിട്ടിയോ? ഇല്ല. അടുത്ത പറയാണ് 7ഉം 3ഉം തമ്മിൽ കൂട്ടണം, അല്ലെങ്കിൽ x പ്ലസ് y എന്നാണ്. അപ്പൊ 7ഉം 3ഉം തമ്മിൽ ഒന്ന് കൂട്ടിയേ, ഒന്നും പേടിക്കാനില്ല. എത്ര തന്നെ കിട്ടും? 10. ഇരട്ട സംഖ്യ തന്നെ കിട്ടി കേട്ടോ. അതായത് 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഉറപ്പായിട്ട് എന്ത് കിട്ടും? ഇരട്ട സംഖ്യ കിട്ടും, ഒരു സംശയവും വേണ്ട കേട്ടോ. 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇരട്ട സംഖ്യ തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെ. ഇനി നമുക്ക് എന്ത് ചിന്തിക്കാം, 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ കുറച്ചാലോ? വലിയ ഇരട്ട സംഖ്യ ചെറിയ ഇരട്ട സംഖ്യ തമ്മിൽ കുറച്ചാൽ എന്ത് കിട്ടും? ഇരട്ട സംഖ്യ തന്നെ കിട്ടും അല്ലെ. എന്നാൽ അതുപോലെ ഒറ്റ സംഖ്യകൾ എടുത്തേ, 2 ഒറ്റ സംഖ്യകളിൽ വലിയ ഒറ്റ സംഖ്യയിൽ നിന്ന് ചെറിയ ഒറ്റ സംഖ്യയാണ് കുറയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇരട്ട സംഖ്യ കിട്ടും കേട്ടോ. തിരിച്ചാണെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് വരും. അതാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് കേട്ടോ. തൽക്കാലം നമുക്ക് ഈ അഡിഷൻ മാത്രം നോക്കിയാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സീസണിലെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ പോലും കണ്ടിരുന്നു ഇത്തരം ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം ചോദ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അപ്പൊ എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ അവരെ കൂട്ടിയാൽ ഉറപ്പായിട്ട് എന്ത് കിട്ടൂടാ? ഇരട്ട സംഖ്യ കിട്ടും. തെറ്റരുത്, നല്ല ചോദ്യമാണ്. കൂട്ടത്തിലെ ഒറ്റയാനെ കണ്ടെത്താനാണ്. 36 47 42 35. കാണുമ്പോ നമ്മൾ എന്ത് വിചാരിക്കും? 7ന്റെ ഗുണിതങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിചാരിക്കും അല്ലെ. അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറെ ആളുകൾ 36 എന്ന ആൻസർ അടിച്ചിട്ട് അതാണ് ആൻസർ, ബാക്കിയുള്ളവരെല്ലാരും എന്താണ്, സ്ക്വയർ അല്ലാത്ത സംഖ്യകളാണ് അല്ലെ. എന്നാൽ എന്താണ്, 36 മാത്രമാണ് സ്ക്വയർ എന്നൊക്കെ പറയാൻ കളയും കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒറ്റയാൻ അഥവാ ഓഡ് വൺ എന്നുള്ള കാറ്റഗറി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3 സംഖ്യകൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കുക, 4മതൊരു സംഖ്യയ്ക്ക് ആ സ്വഭാവം ഇല്ലാതിരിക്കുക. ആ സ്വഭാവം ഇല്ലാത്തവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറ്റയാൻ. മനസ്സിലായോ? അപ്പൊ 36 47 42 35 ഇതിനകത്ത് ഒറ്റയാൻ ആര് എന്ന് വെച്ചാൽ നിസ്സംശയം പറയാം 47. കാരണം മനസ്സിലായോ? 36 42 35 ഇവരെല്ലാവരും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്, ഭാജ്യ സംഖ്യകളാണ്
ഈ കൂട്ടത്തിൽ അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പർ എന്ന് പറയാവുന്ന ഒരൊറ്റ ആളെ ഉള്ളൂ, അതാരാ? 47. കേട്ടോ. അപ്പൊ ഈ അഭാജ്യ സംഖ്യ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മിക്കവാറും നമുക്ക് റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിലെല്ലാം എന്ത് കിട്ടിയത്? ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ കിട്ടിയത്. അപ്പൊ അത് തന്നെ കൃത്യമായി നോക്കി വെച്ചാൽ ആ മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക്, 1,00,000-ൽ എത്ര 100 ഉണ്ട്? നിങ്ങളുടെ റിവിഷൻ ക്ലാസ് എടുത്ത് നോക്കുക. അതിനകത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുറെ ഞാൻ പറഞ്ഞതായിട്ട് ഒരു ചോദ്യം ചെയ്യിച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള 100 കണ്ടെത്താം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള 10 കണ്ടെത്താം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഓർമ്മയുണ്ടോ? അപ്പൊ 1,00,000-ൽ എത്ര 100 ഉണ്ട് എന്ന് ചോദിച്ചാൽ ഭയങ്കര സിമ്പിളാ. 1,00,000 എന്നെഴുതാൻ നിങ്ങൾക്ക് അറിയാവോ? 1,00,000 എന്നെഴുതാൻ. ഓക്കെ, 1,00,000 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൽ എത്ര 100 ഉണ്ട് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ആ 100 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി, അല്ലെങ്കിൽ ആ 2 പൂജ്യം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലെ? അപ്പൊ 1,00,000-ൽ എത്ര 100 ഉണ്ട് എന്ന് ചോദിച്ചാൽ 1000. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി എന്താ? 100-ൽ 2 പൂജ്യം, അല്ലെ? 1,00,000-ൽ എത്രയാ? 5 പൂജ്യം ഉണ്ട്. അപ്പൊ 5-ൽ 2 പൂജ്യം കളയാം, അല്ലെ? അപ്പൊ ബാക്കി വരുന്നത് മാത്രം വായിക്കുക. എത്രയാണ്? 1000, അല്ലെ? 1,00,000-ൽ എത്ര 100 ഉണ്ട്, അല്ലെങ്കിൽ എത്ര 100 ചേർന്നാലാണ് 1,00,000 ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉത്തരം സിമ്പിൾ ആയിട്ട് പറയാ 1000. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം, അപ്പുവിന്റെ അമ്മയുടെ പ്രായം അപ്പുവിന്റെ പ്രായത്തിന്റെ 9 മടങ്ങാണ്, അല്ലെ? 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും എങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര? ഏജുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ടോപ്പിക് ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ ഇതേ ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം PSC ഇത് ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല. ഒരു 2 വർഷം കൂടുമ്പോൾ എപ്പോഴും അപ്പുവിനെയും അമ്മയെയും പോലും അവർ മാറ്റിയിട്ടില്ല. അത് അതുപോലെ തന്നെ ആ പേരുൾപ്പെടെ തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അല്ലെ? പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? മടങ്ങ് എന്നുള്ളതാണ്. അപ്പൊ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അപ്പുവിന്റെയും അമ്മയുടെയും പ്രായം എങ്ങനെയാണ്? അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ അപ്പുവിന് എത്ര പ്രായമുണ്ടോ അതിന്റെ എത്ര മടങ്ങാണ്? 9 മടങ്ങാണ് അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അപ്പുവിന്റെ പ്രായത്തെ നമുക്ക് എന്തെടുക്കാം? X എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ അവന്റെ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് അതിന്റെ 9 മടങ്ങായതുകൊണ്ട് 9x എന്നെഴുതാലോ. അപ്പുവിന്റെ പ്രായം X, അമ്മയുടെ പ്രായം 9x, അല്ലെ? ഇനി എത്ര കൊല്ലം കഴിയുമ്പോ? 9 വർഷം കഴിയുമ്പോ. 9 വർഷം കഴിയുമ്പോ അപ്പുവിന് എത്ര പ്രായമുണ്ട് എന്ന് ചോദിച്ചാൽ X + 9 എന്ന് പറയാം, അല്ലെ? 9 വർഷം കഴിയുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പുവിന്റെ പ്രായം X എന്നുള്ളത് X + 9 ആയിട്ടുണ്ടാവും. അമ്മയുടെ പ്രായം 9x എന്നുള്ളത് ശരിയല്ലേ? 9x + 9 ആയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പൊ 9 കൊല്ലം കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അപ്പുവിന് എത്രയായി? X + 9 ആയി. അമ്മയ്ക്കോ 9x + 9 ആയി, അല്ലെ? മാത്രമല്ല അപ്പ പറയാണ് ഇത് 3 മടങ്ങായി മാറും. അതായത് അപ്പുവിന്റെ പ്രായത്തെ 3 കൊണ്ട് ഗുണിച്ചാൽ അമ്മയുടെ പ്രായമാവും. ശരിയല്ലേ? അപ്പൊ അപ്പുവിന്റെ പ്രായം എത്രയാ? X + 9 ആണ്, അല്ലെ? ഇതിനെ ജസ്റ്റ് ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? അമ്മയുടെ പ്രായം കിട്ടും. അപ്പൊ അമ്മയുടെ പ്രായം എങ്ങനെയാ? 9x + 9 എന്ന് കിട്ടും, അല്ലെ? അവിടെ ആലോചിക്കുക, അപ്പുവിന്റെ പ്രായത്തെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാലാണ് അമ്മയുടെ പ്രായം കിട്ടുന്നത്. എന്ന് വെച്ചാൽ അമ്മയുടെ പ്രായം അപ്പുവിന്റെ 3 മടങ്ങ് ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ 3 കൊണ്ടൊന്ന് ഗുണിച്ചാലോ? ഈ X + 9-നെ 3 കൊണ്ട് ഗുണിക്കാം. 3 × X 3x, അല്ലെ? 9 × 3 അല്ലെങ്കിൽ 3 × 9 27. കണ്ടോ? ഇവിടെ കിട്ടുന്ന മൂല്യം എന്താന്ന് വെച്ചാൽ 9x + 9 എന്നാണ്, അല്ലെ? ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യണം. അതായത് എക്സിന്റെ മൂല്യത്തിലേക്ക് പോകണമല്ലോ. അപ്പൊ ഇവിടെ ഒരു 9x ഉണ്ടേ. ഓക്കെ, ഇവിടെ ഒരു 3x ഉണ്ട്. അപ്പൊ ഈ 3x-നെ നേരെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അല്ലെ? 9x ഉം 3x തമ്മിൽ കുറയ്ക്കാം. 9x-നെ 3x കൊണ്ട് കുറച്ചാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഉറപ്പായിട്ടും കിട്ടുന്നത് 6x എന്നാണ്. കേട്ടോ? അപ്പുറത്ത് എഴുതുന്നതിന് പകരം ഞാൻ ഇപ്പുറത്തേക്ക് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 27 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പൊ 27-ൽ നിന്ന് 9 കുറയ്ക്കാം, അല്ലെ? 9-നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 27 - 9 എത്ര കിട്ടും? 18. കിട്ടിയോ? അപ്പൊ 6x എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ x എത്രയാന്ന് ചോദിച്ചാലോ? x കണ്ടുപിടിക്കാൻ ഈ 18-നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. x എത്രയാണ് എന്ന് ചോദിച്ചാൽ 18/6. 18-നെ 6 കൊണ്ട് ഹരിക്കുക. അപ്പൊ x-ന്റെ മൂല്യത്തെ നമുക്ക് 3 എന്നെടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ x എത്ര, അല്ലെങ്കിൽ അപ്പുവിന്റെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 3 എന്ന് പറയാം. അപ്പുവിന് x, അമ്മയ്ക്ക് 9x, അല്ലെ? 9 കൊല്ലം കഴിയുമ്പോൾ അപ്പുവിന് X + 9, അമ്മയ്ക്കോ 9x + 9. അപ്പുവിന്റെ പ്രായത്തെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ? 3 കൊണ്ട് ഗുണിച്ചാൽ അമ്മയുടെ പ്രായം കിട്ടും. അത് ജസ്റ്റ് ഗുണിച്ചിട്ടാണ് നമ്മൾ എവിടെ എത്തിയത്? x-ന്റെ മൂല്യം കണ്ടെത്തിയത്. ഓക്കെ ആണോ? ഇതാണ് അപ്പുവിന്റെ പ്രായം.
ഓക്കെ, ഇതേ ചോദ്യം തന്നെ നമുക്ക് റേഷ്യോ ഉപയോഗിച്ച്, അംശബന്ധം ഉപയോഗിച്ച് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ ആയിട്ടുള്ളവരത് എടുത്തോ, കുഴപ്പമില്ല. അപ്പുവും അമ്മയും അല്ലെ. അപ്പൊ അപ്പുവിന്റെ പ്രായവും അമ്മയുടെ പ്രായവും ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? 9 മടങ്ങ് അല്ലെ. അപ്പൊ അവരുടെ അംശബന്ധം എന്താണ് എന്ന് വെച്ചാൽ അപ്പുവിന്റെ പ്രായം 1 എടുത്താൽ അമ്മയ്ക്കോ 9. അപ്പൊ അവരുടെ പ്രായത്തിന്റെ അംശബന്ധം 1:9 എന്ന് എഴുതാം. ഓക്കെ, ഇനി 9 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നാ പറഞ്ഞേ? 3 മടങ്ങാകും എന്നാണ്. 9 കൊല്ലം കഴിയുമ്പോൾ ഇത് എന്താവും? 1:3 എന്നായിട്ട് മാറും അല്ലെ. ഇപ്പൊ നിലവിൽ 9 മടങ്ങ്, അപ്പൊ 1:9 ആണ് അല്ലെ. ഇനി 9 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 3 മടങ്ങാകും എന്ന് വെച്ചാൽ 1:3 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അപ്പുവിന്റെ പ്രായവും അമ്മയുടെ പ്രായവും അല്ലെ. അപ്പുവിന്റെ പ്രായവും അമ്മയുടെ പ്രായവും തമ്മിലുള്ള അകലം ഒരിക്കലും മാറാൻ പാടില്ല. വ്യത്യാസം മാറുമോ? അപ്പൊ അമ്മയ്ക്ക് 20 വയസ്സുള്ള സമയത്ത് അപ്പു ജനിച്ചു, അല്ലെങ്കിൽ അമ്മയ്ക്ക് 25 വയസ്സുള്ളപ്പോൾ അപ്പു ജനിച്ചു. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും അവരുടെ പ്രായ വ്യത്യാസം സെയിം ആയിരിക്കും. ഇവിടെ 1ഉം 9ഉം തമ്മിലുള്ള ഗ്യാപ്പ്, അകലം നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ 8 എന്നാ കിട്ടുന്നത്. ശരിയല്ലേ? ഇവിടുത്തെ 1ഉം 3ഉം തമ്മിലുള്ള അകലം നോക്കുമ്പോൾ നമുക്ക് 2 എന്നാ കിട്ടുന്നത്. ഇത് ഓക്കെ ആണോ? അല്ല, ഇതിങ്ങനെ സംഭവിക്കാറില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അകലം തുല്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അകലം തുല്യമാക്കുക എന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അപ്പുവിന്റെ പ്രായവും അമ്മയുടെ പ്രായവും തമ്മിലുള്ള ഈ അംശബന്ധം ഇല്ലേ 1:9, ഇതിനേതായി ഇവിടുത്തെ ഈ താഴത്തെ വ്യത്യാസമായ 2 കൊണ്ടങ്ങ് ഗുണിക്കുക. അപ്പൊ 2 കൊണ്ട് മുകളിൽ ഗുണിച്ചാൽ 2 × 1 2 തന്നെ എഴുതുക. 9 × 2 അല്ലെ. 9 × 2 2 × 9 എത്ര എഴുതിയാലും കുഴപ്പമില്ല, 18. 8 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 8 × 1 8 തന്നെ എഴുതുക. 8 × 3 3 8 എത്ര എന്ന് എഴുതുക? 24. ഇത്ര എഴുതാവോ? അപ്പൊ അപ്പുവിന്റെ അമ്മയുടെയും പ്രായം തമ്മിലുള്ള അംശബന്ധം 1:9 എന്നുള്ളത് 2:18 എത്തിച്ചു അല്ലെ. 1:3 എന്നുള്ളത് 8:24 നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി നിങ്ങൾ ആലോചിച്ചേ, ഇവിടുത്തെ അകലം കറക്റ്റ് ആയോ? 2 18 വ്യത്യാസം 16, 8 24 വ്യത്യാസം 16, അത് ഓക്കെ ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരുടെ പ്രായ? അപ്പുവിന്റെ പ്രായമാണ്. അപ്പൊ അപ്പുവിന്റെ ബോക്സ് മാത്രം നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പുവിന്റെ സൈഡിലുള്ള നമ്പേഴ്സ് മാത്രം എടുക്കാം. അതായത് അപ്പുവിന് ഇപ്പൊ ഉള്ള പ്രായത്തെ 2 യൂണിറ്റ് എന്നും 9 വർഷം കഴിയുമ്പോൾ ഉള്ള പ്രായത്തെ നമ്മൾ 8 യൂണിറ്റ് എന്നുമാണ് എടുക്കുന്നത് അല്ലെ. ഇപ്പൊ നിലവിൽ 2 യൂണിറ്റ്, 9 കൊല്ലം കഴിയുമ്പോൾ 8 യൂണിറ്റ്. അപ്പൊ ഇവിടെ എത്ര വ്യത്യാസം ഉണ്ടായി എന്ന് നോക്കുക. എത്ര വ്യത്യാസമുണ്ട്? 6 യൂണിറ്റിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അപ്പുവിന്റെ പ്രായത്തിന്റെ 6 യൂണിറ്റിന്റെ വ്യത്യാസമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്, 9 വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ എത്ര വർഷത്തെ വ്യത്യാസ? 9. ഈ 9നെ അപ്പുവിന്റെ പ്രായത്തിന്റെ വ്യത്യാസമായ, അല്ലെങ്കിൽ ആ എത്ര യൂണിറ്റിന്റെ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, അപ്പുവിന്റെ ഇപ്പോഴത്തെ പ്രായമാണോ 9 കൊല്ലത്തിന് ശേഷമുള്ള പ്രായമാണോ വേണ്ടേ? ഇപ്പോഴത്തെ പ്രായത്തെ സൂചിപ്പിക്കുന്ന നമ്പർ 2 അല്ലേ? ആണ്. ഈ 2 കൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഗുണിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ വർഷങ്ങളുടെ വ്യത്യാസമായ 9 അതുപോലെ എഴുതുക. എന്നിട്ട് ഈ യൂണിറ്റുകളുടെ വ്യത്യാസമായ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഏതുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് അല്ലെ. അപ്പൊ ഈ 2നെയും ഈ 6നെയും അങ്ങ് ക്യാൻസൽ ചെയ്യുക. 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. ഇവിടെ കാണുന്ന 9ഉം ഈ 3ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 3. കണ്ടോ? ഇത് ചിലപ്പോൾ ഹെവി ആണെന്നൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് തോന്നും. ഇത് ചെയ്ത് ശീലിച്ചവർക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. പക്ഷെ നമുക്ക് ഒരു ചോദ്യം കൊണ്ടോ 2 ചോദ്യം കൊണ്ടോ ഈ ഒരു മെത്തേഡ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റൂല. കുറേ ചോദ്യങ്ങൾ ചെയ്താലേ സെറ്റ് ആവും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം കാണുന്നവർ ചെയ്യേണ്ട, അവരിതാ ഇങ്ങനെ ചെയ്താൽ മതി, എക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലാത്തവര്, ഇത് ചെയ്ത് ശീലിച്ചവർ എന്ത് ചെയ്യാം? ഈ മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഓക്കെ, പൂർണ്ണമായി എഴുതാതെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മെത്തേഡാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9ാമതും പിന്നിൽ നിന്ന് 15ാമതും ആണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഇത് നമ്മൾ ചെയ്ത് തഴമ്പിച്ച മോഡലാ അല്ലെ. ഒരാള് മുന്നിൽ നിന്ന് 9ാമതാണ്, അതേ ക്യൂവില് പിന്നിൽ നിന്ന് 15ാമതാണെങ്കിൽ ആകെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ 9നെയും 15നെയും തമ്മിൽ ആദ്യം കൂട്ടുക അല്ലെ. 9ഉം 15ഉം തമ്മിൽ കൂട്ടിയ ശേഷം ഇതിൽ നിന്ന് 1 കുറയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. ഇത് കുറച്ചില്ലെങ്കിൽ തെറ്റും. അപ്പൊ 9ഉം 15ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 24 ആണ്. 24ൽ നിന്ന് 1 കുറയ്ക്കണേ. 24ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 23. അപ്പൊ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം 23. ചെയ്ത കാര്യം കൃത്യമായിട്ട് നോക്കുക. രാമൻ ഒരു ക്യൂവില് മുന്നിൽ നിന്ന് 9ാമതാണ്, പിന്നിൽ നിന്ന് 15. അപ്പൊ 9ഉം 15ഉം കൂടെ കൂട്ടുക 24. 24ൽ നിന്ന് 1 കുറച്ചെഴുതുക. ഉത്തരം 23. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം ഏത്? ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഒരു വർഷം തന്നിട്ട് നമ്മളോട്
അതേ കലണ്ടർ പിന്നെയും ഉപയോഗിക്കാൻ കഴിയുന്ന വർഷം കണ്ടെത്താനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്നിട്ടുള്ള വർഷത്തെ ഒരു 4 കൊണ്ടങ്ങ് ഹരിക്കുക. തന്നിട്ടുള്ള വർഷം ഏതോ അതിന് 4 കൊണ്ടങ്ങ് ഹരിക്കുക. ഹരിക്കുമ്പോ നമുക്ക് അവിടെ കിട്ടുന്ന ശിഷ്ടസംഖ്യ ആരാണെന്ന് നോക്കുക കേട്ടോ. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോ ശിഷ്ടസംഖ്യ 0 ആണ് വരുന്നതെന്ന് വിചാരിക്കും. 0 വരികയാണെങ്കിൽ ആ തന്നിരിക്കുന്ന വർഷത്തിനോട് നമ്മൾ ഒരു 28 കൂട്ടി എഴുതുക. ഓക്കെ, 4 കൊണ്ട് നമ്മൾ ആ വർഷത്തെ ഹരിച്ചു നോക്കുമ്പോൾ ശിഷ്ടമായി 0 വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു 28 കൂട്ടി എഴുതുക. അഥവാ ശിഷ്ടമായി നമുക്ക് 1 കിട്ടിയെന്ന് വിചാരിക്കും, 1 ആണ് എങ്കിൽ നമ്മൾ അവിടെ ആ വർഷത്തിനോട് ജസ്റ്റ് ഒരു 6 കൂട്ടി അങ്ങ് എഴുതുക. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമുക്ക് അവിടെ കിട്ടുന്ന ശിഷ്ടസംഖ്യ 1ഉം 0ഉം അല്ല, പകരം 2ഓ 3ഓ ആണെന്നിരിക്കട്ടെ. ഈ 4 സംഖ്യകളെല്ലാം എന്തായാലും ശിഷ്ടമായിട്ട് വരുള്ളൂ. അപ്പൊ 2ഓ 3ഓ വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഒരു 11 കൂട്ടി എഴുതാം. ഇതാണ് ഇതിന്റെ റൂൾ. അപ്പൊ തന്നിട്ടുള്ള വർഷത്തെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ അതൊരു ലീപ്പ് ഇയർ ആണെങ്കിൽ, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ശിഷ്ടം 0 വരികയാണെങ്കിൽ നമ്മൾ അവിടെ 28 കൂട്ടിയാലേ ഉത്തരം കിട്ടൂ. ഓക്കെ, സപ്പോസ് ഇവിടെ കിട്ടുന്നത് എന്താണെങ്കിൽ 1ആണ് ശിഷ്ടമെങ്കിൽ നമ്മൾ അവിടെ 6 കൂട്ടുക, വർഷത്തിനോട് 6 കൂട്ടുക. 2ഓ 3ഓ ആണ് കിട്ടുന്നത് എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, 11 കൂട്ടുക. പക്ഷെ ടോപ്പിക് അല്ലെ, കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് സിലബസിൽ ഇല്ല അല്ലെ. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, റിവിഷൻ നടന്ന സമയത്തേ പറഞ്ഞതാണ്, ക്ലോക്കും കലണ്ടറും നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. എപ്പോഴും ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ പറ്റുന്നതാണ് അല്ലെ. അതുകൊണ്ട് അത് പഠിച്ചേ മതിയാവൂ. 2024 എന്ന് പറയുന്നത് ഈ ഒരു വർഷം എന്താണ്, ഒരു ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് തന്നെ 2024 നമ്മൾ എന്ത് ചെയ്താൽ 2024 എന്ന് പറയുന്ന വർഷത്തെ നമ്മളൊരു 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഇവിടെ റിമൈൻഡർ വാല്യൂ ഉറപ്പായിട്ട് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതേ കലണ്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന തൊട്ടടുത്ത വർഷം കണ്ടുപിടിക്കാൻ 2024നോട് നമ്മൾ 28 കൂട്ടുക, മറക്കരുത്. ഇങ്ങനെ തന്നെ എഴുതുക അല്ലെ. ഇപ്പൊ 28 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2052 എന്ന്. അതായത് ഇതേ കലണ്ടർ ഇനി എപ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇതിന്റെ എല്ലാ ക്യാരക്ടറോടും കൂടി 2052 വരെ വച്ചിരുന്നാൽ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കോമൺ റൂൾ പഠിച്ചു നോക്കുക. 0 ആണെങ്കിൽ 28, 1 ആണെങ്കിൽ 6, 2ഓ 3ഓ ആണെങ്കിൽ 11. മറന്നു പോവല്ലേ, എല്ലാരും ഒന്ന് നോട്ട് ചെയ്തോണേ. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. റൂട്ട് x/221 = 2 ആയാൽ എക്സെട്ര അല്ലെ. അപ്പൊ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, റൂട്ടാണ് ആരുടെ, x/221. x/221 എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സെട്ര എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അതാ ഇവിടെ ഉണ്ടോ, ഈ സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യുക. അപ്പൊ അതെന്തോ, ആ റൂട്ട് അങ്ങ് നഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്വയർ ചെയ്യാം അല്ലെ. അപ്പൊ ആ റൂട്ട് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ചെയ്തതാണ്. അപ്പൊ കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കുക, x/221 എന്നാണ്. x/221 = 2ന്റെ സ്ക്വയർ എത്രയാ, 4. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എക്സ് കണ്ടെത്താമോ, എക്സിന്റെ വില കണ്ടെത്താമോ എന്ന് ചോദിച്ചാൽ 4 ഇൻറ്റു അല്ലെ, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 221നെ ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് ആ റൂട്ട് അവിടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളാണ് അല്ലെ. റൂട്ട് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് സ്ക്വയർ ചെയ്യുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് അങ്ങ് പോയിട്ട് x/221 കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്, 2ന്റെ സ്ക്വയർ ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ 4 ഇൻറ്റു 221, 4ഉം 221 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗുണിച്ചെഴുതാം. 4ഉം 221 ഗുണിച്ചെഴുതിയാൽ 884 എന്ന് ഉത്തരം കിട്ടിയോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ, വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. കിട്ടിയില്ലേടാ, യെസ്, കുഴപ്പമില്ലല്ലോ, ചെയ്തെടുക്കാൻ പറ്റിയല്ലോ. ശരി, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ ഇതിലെ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ സംഖ്യകളോടും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, 4 വീതം കൂട്ടിയിരിക്കുക. നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന കാര്യമാണ്. സംഖ്യകളുടെ ശരാശരി 23 ആണ്. അത് 23ഓ 25ഓ എന്തോ ആയിക്കോട്ടെ, ശരാശരി ഒരു മൂല്യം തന്നിട്ട് അതിൽ എത്ര കൂട്ടിയാൽ, ഒരു നിശ്ചിത സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യകളുടെ ശരാശരി, പുതിയ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എല്ലാ സംഖ്യകളോടും കൂട്ടുന്നുണ്ടല്ലോ, ഉണ്ട്, എന്നാൽ ശരാശരിയോടും കൂട്ടുക കേട്ടോ. ഇവിടുത്തെ ശരാശരി കണ്ടുപിടിക്കാൻ ഈ തന്നിരിക്കുന്ന ശരാശരിയോട് എന്താണോ കൂട്ടിയത് അതങ്ങ് കൂട്ടിയും കഴിയാൽ മതി. 23നോട് 4 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 27. വേറെ ഒന്നും അവിടെ ആലോചിക്കാനില്ല കേട്ടോ. അപ്പൊ 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. അപ്പൊ അതിൽ ഓരോ സംഖ്യയോടും 4 കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പറയുന്നത്. അപ്പൊ 4 കൂട്ടുക എന്ന് വെച്ചാൽ ശരാശരിയോട് നമ്മൾ എന്ത് ചെയ്യുക? 4 കൂട്ടി എഴുതുക. കുറയ്ക്കാനാണെങ്കിൽ ശരാശരിയോട് കുറച്ചെഴുതുക, അല്ലെ? ഗുണിക്കാനാണെങ്കിലും അതുപോലെ. എന്താണ് ഓപ്പറേഷൻ എല്ലാ സംഖ്യകളിലും ചെയ്തത്? അത് എവിടെ റിഫ്ലക്ട് ചെയ്യും? ശരാശരിയിൽ റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? 27 എത്തിയിട്ടുണ്ട്. തെറ്റരുത്. നല്ല ചോദ്യമാണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അധികം സമയം കളയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി. ഇതിന്റെ വാങ്ങിയ വില എത്ര? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ കാണുന്ന അല്ലേ? ഒരു സാധനത്തിന്റെ വാങ്ങിയ വില അഥവാ അതിന്റെ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ എപ്പോഴും 100% എന്ന രീതിയിലാണ് എടുക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. ഇനി ഇതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാ? 15%, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 115% അല്ലേ? 100% ആയിരുന്നത് ലാഭം കൂടി ചേർത്ത് 115% എത്തിച്ചേർന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാങ്ങിയ വില എത്ര എന്നാണ്. അപ്പൊ ഈ 115% സൂചിപ്പിക്കുന്ന സംഖ്യ 9200 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിയ വിലയിലേക്ക് പോകണം. ചെയ്യേണ്ട കാര്യം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ അറിയാലോ. അതായത് കോസ്റ്റ് പ്രൈസ് 100 ആണ്, നമുക്ക് സെല്ലിംഗ് പ്രൈസ് 115 എന്ന് അറിയാം. അത് എത്രയാണ്? 9200 ആണ്. അപ്പൊ ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗം ഇവരെ തമ്മിൽ അങ്ങ് ഗുണിക്കുക. ആര് തമ്മിൽ? 9200നോട് 100നെ ഗുണിച്ചെഴുതുക. 9200നോട് 100 ഗുണിച്ചെഴുതുക. ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 115 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ 9200നെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്തു? 115 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 100 കൊണ്ട് ഗുണിച്ചു. ഇത്രേ ഉള്ളൂ. ഇവരെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാല്ലേ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ മുകളിലേക്ക് ചിന്തിക്കുകയാണ്. അപ്പൊ 115ൽ നമുക്ക് 5 അങ്ങ് കളഞ്ഞാൽ ബാക്കി ആരുണ്ട് എന്നൊന്ന് ആലോചിച്ചു. 21 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടോ? ഇല്ല, അല്ലെ? 5 കളഞ്ഞാൽ എത്രയുണ്ട് അവിടെ? 23 എന്ന് പറഞ്ഞൊരു സംഖ്യ വരുന്നുണ്ടോ? ഉണ്ട്, അല്ലെ? അപ്പൊ 115ൽ 23 ഉണ്ട്. ഈ 23 ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. അപ്പൊ ഈ 23 മുകളിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എവിടെയാ? 92ൽ. 23നെ 4 കൊണ്ട് ഗുണിച്ചാൽ 92. അപ്പൊ 92ൽ 23 കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ 5 കൊണ്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അവസാനം നിങ്ങൾ 23ൽ എത്തും. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 23 കൊണ്ട് കട്ട് ചെയ്തു. ഇവിടെ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. ഇവിടെയാണെങ്കിൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ 5നെ ഞാൻ 100നോട് കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 20 കിട്ടി. ശരിയല്ലേ? 20 400 തമ്മിൽ ഗുണിച്ചാൽ മതി, അല്ലെ? അല്ലെങ്കിൽ 4 × 2 എന്ന് എഴുതുക. 4 × 2 8. എത്ര 0 ഇടുക? 3 0 ഇടുക. സോ ഇതിന്റെ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് 8000 രൂപ, അല്ലെ? ഈ 8000 രൂപയിൽ 15% ലാഭം എന്ന് വെച്ചാൽ എത്രയാ? 1200 രൂപ ലാഭവും കൂടെ ചേർത്തിട്ടാണ് 9200ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സാധനം വിൽക്കുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടേ? 115% ആരെ എടുക്കുക? 9200നെ എടുക്കുക. തെറ്റിപ്പോല്ലേ? ഓക്കെ. കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ആണ്. അത് എപ്പോഴും 100% ആയിരിക്കും. അത് കണ്ടെത്തുക. ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. 9200നെ 100 കൊണ്ട് ഗുണിക്കുക. ഏത് കൊണ്ട് ഹരിക്കുക? 115 കൊണ്ട് ഹരിക്കുക. അപ്പൊ 5 കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? ഇവിടെ ഒരു 20 കിട്ടും. താഴെ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 23 കിട്ടും. 23ഉം 92ഉം കൂടെ ഇങ്ങനെ ക്യാൻസൽ ചെയ്താലും ഉത്തരം കിട്ടും. അപ്പൊ 4 × 20 എത്ര കിട്ടും? 4 × 20 എത്രയാ? 80. 2 0 കൂടെ ഇട്ടാൽ ആൻസർ ആയി. എത്ര കിട്ടി? 8000. ഇങ്ങനെ ചെയ്താലും തെറ്റില്ല. സിംപ്ലിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം പോലെ. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അടുത്തൊരു ചോദ്യം, എയിൽ നിന്ന് ബിയിലേക്ക് 60 km/h വേഗതയിൽ ഒരാൾ സഞ്ചരിച്ചു. ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് 40 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. എന്നാൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്, അല്ലെ? ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്തു, തിരിച്ച് പോയി, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള യാത്രകളുടെ ശരാശരി വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2ab / a + b എന്ന് പഠിച്ചിട്ടുണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, 2s1 s2 രണ്ട് വേഗതകൾ ഡിവൈഡഡ് ബൈ s1 + s2, അല്ലെ? ഇതിൽ ഏത് ചെയ്താലും ശരിയാ. 2ab / a + b എന്നോ 2s1 s2 ഡിവൈഡഡ് ബൈ s1 + s2 അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ എയും ബിയും ആരാണ്? 60ഉം 40ഉം അല്ലേ? ആണ്. അപ്പൊ ഇവിടുത്തെ ശരാശരി വേഗത എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ
2 ഇൻറ്റു 60 ഇൻറ്റു 40 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40 60 പ്ലസ് 40 എന്ന് വെച്ചാൽ 100 അല്ലേ ആണ്. അപ്പൊ ഈ 2 പൂജ്യം ഉണ്ട്, ഈ 2 പൂജ്യങ്ങളെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? 6 4 24 24 ഇൻറ്റു 2 48 കിട്ടിയോ? ഇവിടുത്തെ ശരാശരി വേഗത എത്ര എന്ന് ചോദിച്ചാൽ 48 കിലോമീറ്റർ പെർ അവർ. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാ അല്ലെ? ഈ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്താൽ മതി. 2ab ബൈ a പ്ലസ് ബി 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 40. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ചെയ്യാൻ പറ്റിയില്ലേ? യെസ്. അടുത്തൊരു ചോദ്യം ഒരു സീരീസ് ആണ്. 2 11 32 ഡാഷ്. ചോദ്യം കാണുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദ്യം തന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത് നമ്പർ കണ്ടുപിടിക്കാൻ കുറച്ച് കട്ടിയായിരുന്നു. ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഓക്കെ, അപ്പൊ ഈ സീരീസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഇതിനകത്ത് വേറെ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. 2 11 32 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ 2നെ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് അറിയോ? 1ന്റെ ക്യൂബ് പ്ലസ് 1. ഇതാണ് 2 കേട്ടോ. നമ്മൾ തന്നെ ആലോചിക്കും, ഓഹ് ഇത്രയൊക്കെ കടന്ന് നമ്മൾ ചിന്തിക്കുവോ? ചിന്തിച്ചില്ലെങ്കിൽ ഉത്തരം കിട്ടൂല. അത്രേ ഉള്ളൂ അല്ലെ? അടുത്ത വരെയാണ്. അടുത്ത ടൈം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ 2ന്റെ ക്യൂബ് പ്ലസ് 3 ആണ് അത് കേട്ടോ. 2ന്റെ ക്യൂബ് 8 ആട്ടോ. അല്ല എത്ര കൂട്ടി? 3 കൂട്ടിയിട്ടാ. ഓക്കെ, അടുത്ത് വരുമ്പോ ആര് വരണം? 3ന്റെ ക്യൂബ് പ്ലസ് 5. ശരിയാണോ നോക്കിയേ? 3ന്റെ ക്യൂബ് ആരാ? 27 27 5 32. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്രമത്തിൽ 4ന്റെ ക്യൂബ് പ്ലസ് 7. മനസ്സിലായോ? 1ന്റെ ക്യൂബ് പ്ലസ് 1 എന്ന് വെച്ചാൽ 2 ആയിരുന്നു. 2ന്റെ ക്യൂബ് പ്ലസ് 3 എന്ന് പറയുന്നത് 11 ആയിരുന്നു. 3ന്റെ ക്യൂബ് പ്ലസ് 5 എന്ന് പറയുന്നത് 32 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 4ന്റെ ക്യൂബിനോട് 7 കൂട്ടുക. 4ന്റെ ക്യൂബ് ആരാ? 64 ആണ്. 64നോട് 7 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 71. കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ ഉത്തരം. കഴിഞ്ഞു. ഒന്ന് പഠിച്ചോണേ. നല്ലൊരു സീരീസ് ആണ് കേട്ടോ. മുൻകാലങ്ങളിൽ ചില പരീക്ഷകളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ LGS പരീക്ഷയിൽ ആയിരുന്നില്ല എന്ന് മാത്രം. ചെറിയ വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. പൈതഗോറസ് ത്രികങ്ങളല്ലാത്തത് ഏത്? പൈതഗോറസ് സിദ്ധാന്തം അറിയാലോ. എന്താ അത്? ഒരു മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ. എന്തൊക്കെയാണ് ആ 3 വശങ്ങൾ? ബേസ് അല്ലെ, ഓൾട്ടിറ്റ്യൂഡ്, പിന്നെ ആരാ? ഹൈപ്പോട്ടനസ്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ? അല്ലെങ്കിൽ എങ്ങനെ പഠിക്കും? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇങ്ങനെ പഠിക്കാറില്ലേ? ആണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെയാണ് ഓർത്ത് വെക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ എന്നാണ് ഓർക്കുക. എന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിലെ 3 വശങ്ങൾ തന്നിരുന്നാൽ അവര് മട്ടത്രികോണമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അതിലെ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയർ എടുക്കുക. അതിലെ ചെറിയ 2 വശങ്ങളുടെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ? എന്നാൽ അതെന്താണ്? ആ 3 വശങ്ങൾ പൈതഗോറസ് ത്രികങ്ങളാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് എന്ന് പറയും കേട്ടോ. ഇപ്പൊ 8 7 3 അതിനകത്ത് 3 സംഖ്യകൾ അല്ലെ? ഇതിലെ ചെറിയ സംഖ്യകൾ ആരൊക്കെയാ? 7 3 7ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ, അതുപോലെ 8ന്റെ സ്ക്വയർ. ഇവര് തമ്മിൽ കണക്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി അല്ലെ? 8ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 64 ആണ്. 7ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 49 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ ഈ 49 9 കൂടെ കൂട്ടുമ്പോൾ 64 കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇത് എന്തല്ല? പൈതഗോറസ് ത്രികങ്ങളല്ല. ഇതാണ് എന്റെ ഉത്തരം. കഴിഞ്ഞു. എ ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണെന്ന് അറിയാൻ അടുത്ത സ്ഥലത്ത് നോക്ക്. 3 4 5 3ന്റെ സ്ക്വയർ എത്രയാ? 9. 4ന്റെ സ്ക്വയർ എത്രയാ? 16. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ചെറിയ സംഖ്യകളായ 9ഉം 16ഉം കൂട്ടുമ്പോൾ 25 കിട്ടുന്നുണ്ടോ? കിട്ടി. അപ്പൊ ഇതെന്താ? പൈതഗോറസ് ത്രികങ്ങളാണ് അല്ലെ? അടുത്തതിൽ വരുമ്പോ 5 12 13. 5ന്റെ സ്ക്വയർ എത്രയാ? 25. 12ന്റെ സ്ക്വയർ എത്രയാ? 144. പിന്നെ 13ന്റെ സ്ക്വയർ 169 അല്ലെ? 25ഉം 144ഉം കൂട്ടിയാൽ 169 കിട്ടിയോ? കിട്ടി. അപ്പൊ ഇവര് പൈതഗോറസ് ത്രികങ്ങളാണ്. ഓക്കെ, ഇനി 7 24ഉം ആരും 25ഉം. 7ന്റെ സ്ക്വയർ എത്രയാ? 49. 24ന്റെ സ്ക്വയർ എത്രയാ? 576 അല്ലെ? 25ന്റെ സ്ക്വയർ 625. ഇവരെ തമ്മിൽ കൂട്ടിയാൽ 625 കിട്ടിയോ? കിട്ടി. കണ്ടോ? അപ്പൊ ഇവരും പൈതഗോറസ് ത്രികങ്ങളാണ്. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ആൾ ആര് എന്ന് ചോദിച്ചാൽ 8 7 3 ആണ്. ആ ചെറിയ 2 സംഖ്യകളെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ വലിയ സംഖ്യയുടെ സ്ക്വയർ കിട്ടിയോ? കിട്ടിയില്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ്. തെറ്റിപ്പോകരുത്. കുഴപ്പമില്ലല്ലോ. ചെയ്യാൻ പറ്റിയില്ലേ?
നല്ലൊരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നമുക്ക് ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. 5 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 2/1 ഇൻറ്റു 6 അല്ലെ. ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാ ചെയ്യുക? ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്യുക. 5 പ്ലസ് 2 ഇൻറ്റു 3 മൈനസ് 2/1 ഇൻറ്റു 6 എന്നാണ്. ഈ 2ഉം ഈ 6ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 3 എന്ന് എഴുതുക. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ഉം 3ഉം തമ്മിലൊന്ന് ഗുണിക്കുക അല്ലെ. അപ്പൊ 2ഉം 3ഉം തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടൂടാ? 6 കിട്ടും. ശരിയല്ലേ? അപ്പൊ പ്രത്യക്ഷത്തിൽ ഇനി ഇവർ മാത്രമേ ഉള്ളൂ. ആരൊക്കെ? 5 ഉണ്ട്. 5 പ്ലസ് 6 മൈനസ് 3 കണ്ടോ? അപ്പൊ എങ്ങനെ എഴുതാം? 5ഉം 6ഉം കൂടെ കൂട്ടിയിട്ട് 3 കുറച്ചാൽ മതി. 5ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 11. 11ൽ നിന്ന് 3 കുറച്ചാൽ എത്ര കിട്ടും? 8. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 6 എന്ന് 3 കുറച്ചോ, 3 കിട്ടി. 5 3 കൂടെ കൂട്ടിക്കോ, 8. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എടാ പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ മക്കളെ ആദ്യം പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്താലും ആദ്യം മൈനസ് ചെയ്തിട്ട് പ്ലസ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. അതിനകത്ത് ഏത് ക്രമം വേണമെങ്കിലും നമുക്ക് പാലിക്കാം. വേറെ പ്രശ്നമുള്ള കാര്യമേ അല്ല. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം ഉറപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബോർഡ് മാസ് റൂൾ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ അല്ലെ ഓരോ പരീക്ഷയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിലധികം ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ഫേസിലും ഉണ്ടായിരുന്നു, ഈ ഫേസിലും വന്നിട്ടുണ്ട്, അടുത്ത ഫേസിലും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബോർഡ് മാസ് പ്രത്യേകം നോക്കി വെച്ചോ കേട്ടോ. നല്ലൊരു ടോപ്പിക്കാണ്. അത്യാവശ്യം 2 മാർക്ക് 3 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ ആ ഒരൊറ്റ ടോപ്പിക്ക് മതി കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഒന്ന് നോക്കി പൊക്കോ. അടുത്തത് ലസാഗു കാണാനുള്ള ഒരു ചോദ്യമാണ്. 0.5, 0.25, 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ഈ ചോദ്യത്തിനാണ് ഉത്തരമില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അപ്പൊ ഇത്തരത്തിൽ ദശാംശ സംഖ്യകളുടെ ലസാഗു കാണാനുള്ള മെത്തേഡ് നിങ്ങൾ ടോപ്പിക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഈ സംഖ്യകളുടെ ദശാംശ സ്ഥാനങ്ങൾ മാക്സിമം എത്രയുണ്ട് എന്ന് നോക്കാം. ആദ്യം 1 സ്ഥാനം, അടുത്തതില് 2 സ്ഥാനം, അടുത്തതില് 2 സ്ഥാനം. ശരിയല്ലേ? അപ്പൊ മാക്സിമം എത്ര സ്ഥാനമാണുള്ളത്? 2 സ്ഥാനമാണുള്ളത്. ദശാംശ സ്ഥാനം എത്രയാണുള്ളത്? 2 സ്ഥാനമാണുള്ളത്. ഈ 2 ദശാംശ സ്ഥാനം കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1 ദശാംശ സ്ഥാനം കളയാനായിട്ട് 10 കൊണ്ട് ഗുണിക്കുക. 2 ദശാംശ സ്ഥാനം കളയാനായിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഈ ദശാംശം കളഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലസാഗുവിലേക്ക് പോകാൻ. അല്ലാതെ ഒരു കാരണവശാലും ദശാംശം കൂടി അവിടെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്? ഉത്തരം കണ്ടെത്താനായിട്ട് നിൽക്കരുത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ നമ്പർ 0.5 ആണ്. ഇതിന് എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട്. ആക്ച്വലി ഇവിടെ 10ന്റെ ആവശ്യമുള്ളൂ. പക്ഷേ മറ്റുള്ളവരെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവൻ മാത്രം നോക്കി നിൽക്കുവോ? ഇല്ല. അതുകൊണ്ട് ഇവനെയും നമ്മൾ എന്ത് ചെയ്യുക? 100 കൊണ്ട് തന്നെ ഗുണിക്കുക. അപ്പൊ നമുക്ക് 50 എന്ന് കിട്ടും. അടുത്ത് വരുന്നത് 0.25 അല്ലെ. 0.25 എന്നാണ് അല്ലെ. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? 100 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 25 എന്നാണ്. പ്രശ്നമുണ്ടോ? ഇല്ല. അടുത്ത് വരുന്നത് 0.35 എന്നുള്ളതാണ്. അപ്പൊ ഈ 0.35നെ നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എത്ര കിട്ടി? 35. അപ്പൊ ഇവരെല്ലാവരെയും നമ്മൾ ഗുണിച്ചു വെച്ചു. ഓക്കെ. ഇപ്പൊ എല്ലാവരെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കണം എന്ന് നിർബന്ധമുണ്ട്. കാരണം ഈ ഗുണിക്കുന്ന സംഖ്യ കൊണ്ട് അവസാനം നമുക്ക് ഹരിക്കാനുള്ളതാണ്, മറന്നു പോകരുത്. ഓക്കെ. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കാം അല്ലെ. ലസാഗു കണ്ടുപിടിക്കാം. ആരുടെ? 50, 25 അതുപോലെ 35. ഇവരുടെ ലസാഗു കാണാനായിട്ട് നമ്മൾ 5 കൊണ്ട് ഹരിക്കാം എന്ന് തീരുമാനിക്കുന്നു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഒരു 10 കിട്ടും. ഇവിടെ എന്തായാലും 5 കിട്ടും. ഇവിടെ ഒരു 7 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5ഉം കൂടെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. 5 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 2 കിട്ടും, ഇവിടെ ഒരു 1 കിട്ടും, ഇവിടെ ഒരു 7 കിട്ടും. ഓക്കെ. ഇനി LCM എടുക്കാം. LCM എടുക്കാനായിട്ട് ഇവരെ തമ്മിൽ ഗുണിക്കാമല്ലോ. എങ്ങനെയാ? 5 × 5, 5 × 5 25. 25നെ 2 കൊണ്ട് ഗുണിക്കുക. 25 × 2 25 × 2 50. 50 × 7, 50 × 7 എത്രയാ? 350. കണ്ടോ? അപ്പൊ നമ്മുടെ സംഖ്യ ആരായി? ഇപ്പൊ ആ 3 സംഖ്യകളെ നമ്മൾ LCMലേക്ക് എടുത്തിട്ട് എവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ടുണ്ട്? 350 എത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ 350 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാൻ പോകരുത്. അഥവാ ഉണ്ടെങ്കിൽ പോലും അടിക്കരുത് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ദശാംശ സംഖ്യകളെയാണ് ഉപയോഗിച്ചത്. അവരുടെ ദശാംശം മാറ്റിയിട്ടാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ LCM എഴുതുമ്പോൾ നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ അവിടെ ഗുണിച്ചത് ആ സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പൊ 350നെ 100 കൊണ്ട് ഹരിക്കുക. 350നെ 100 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ 35/10 എന്ന് കിട്ടും. 35നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3.5 എന്ന് കിട്ടും അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ 3.5 എന്നാണ്. ഈ 3.5 എന്ന് പറയുന്ന ഉത്തരം ഓപ്ഷനിലുണ്ടോ? ഇല്ല. പക്ഷെ അവര് 3.5ന്റെ പകുതി കൊടുത്തിട്ടുണ്ട്, 1.75. 1.75 ഒരിക്കലും ഉത്തരമായിട്ട് വരില്ല അല്ലെ. വേറൊന്നും ഇവിടെ ഉത്തരവാനുള്ള സാധ്യതയില്ല.
പിടികിട്ടിയോ? അപ്പൊ ഒരുവിധം സാധ്യത ഉള്ളത് 1.75 ആയിരുന്നു. പക്ഷേ ഈ 1.75 ആരുടെ മൾട്ടിപ്പിൾ അല്ല? 0.5ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം ഇല്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം കേട്ടോ. അപ്പൊ ദശാംശ സംഖ്യകളുടെ LCM കണ്ടുപിടിച്ച മെത്തേഡ് എന്താണെന്ന് നോക്കുക. ആദ്യം ദശാംശം മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? ദശാംശം മാറ്റാനായിട്ട് എന്ത് ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ചെയ്തത്? 10 കൊണ്ട് ഗുണിച്ചോ 100 കൊണ്ട് ഗുണിച്ചോ അത് ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ പൂർണ്ണസംഖ്യകൾ കിട്ടിയല്ലോ, അവരുടെ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഗുണിച്ച സംഖ്യയില്ലേ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ചിലപ്പോൾ ഈ 350 തന്നെ ഓപ്ഷനിൽ തന്നിട്ട് നിങ്ങളെ പറ്റിക്കാം, അതുകൊണ്ടാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം, തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? അല്ലെ, സാധാരണഗതിയിൽ ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെ, പിന്നെന്താണ്, വാല്യൂ കണ്ടെത്തി ചെയ്യാം, 0 ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ അത്രയൊന്നും ബുദ്ധിമുട്ടില്ല. പകരം ആലോചിക്കുക, ഈ തന്നിരിക്കുന്ന സംഖ്യകളൊന്നും സാധാരണ ഭിന്നങ്ങളല്ല, വിഷമ ഭിന്നങ്ങളാണ്. ഇവരുടെ വില എപ്പോഴും 1നേക്കാൾ മുകളിലായിരിക്കും. 0 സംതിങ് അല്ല വരുന്നത്, 1ന് മുകളിലുള്ള വിലകളെ വരുള്ളൂ. അപ്പൊ 5നെ 3 കൊണ്ട് ഹരിക്കുകയാണ്. 5ൽ എത്ര 3 ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞേടാ. 5ൽ എത്ര 3 ഉണ്ട്? 1. അതവിടെ കിടക്കട്ടെ. 13ൽ എത്ര 11 ഉണ്ട്? 13ൽ എത്ര 11 ഉണ്ട് എന്ന് വെച്ചാൽ അത് 1. ശരിയല്ലേ? ഇപ്പൊ 113ൽ എത്ര 111 ഉണ്ടെന്ന് വെച്ചാൽ അതും 1, അല്ലെ? എന്നാൽ 17ൽ എത്ര 5 ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കതിൽ 3 എണ്ണം എന്ന് പറഞ്ഞൂടെ? പിടികിട്ടിയോ? ഇവരൊന്ന് ഹരിച്ച് വെറുതെ ഒന്ന് ഹരിച്ചു നോക്കിയാൽ അറിയാം, അല്ലെ? 5നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടുള്ളൂ. അപ്പൊ 13നെ 11 കൊണ്ട് ഹരിച്ചാലും 1 കിട്ടുള്ളൂ. 113നെ 111 കൊണ്ട് ഹരിച്ചാലും 1 കിട്ടുള്ളൂ. പക്ഷേ 17നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ ഈ കൂട്ടത്തിൽ വലിയ വാല്യൂ ആരാന്ന് ഇപ്പൊ അറിയില്ലേ? 3 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരം കണ്ടോ. ഇതിൽ ചെറുത് ചോദിച്ചാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോയാൽ മതി. ഇവിടെ വലുത് നമുക്ക് അല്ലാതെ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ കിട്ടുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. വാല്യൂ മാത്രം, യഥാർത്ഥ മൂല്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏകദേശ വിലയിലേക്കാണ് പോയത്, അല്ലെ? യഥാർത്ഥ മൂല്യം കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? 5നെ 3 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്ത് 1 പോയിന്റ് സംതിങ് ആ വാല്യൂ കണ്ടുപിടിക്കുക. 13/11, അല്ലെ? അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് യഥാർത്ഥ മൂല്യം ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അതില്ലാതെ തന്നെ ഉത്തരം കിട്ടി. അഥവാ നമുക്ക് ചെറുതാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തേനെ? യഥാർത്ഥ മൂല്യം കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യം വന്നില്ല. നമ്മുടെ ആൻസർ ഏതാ? 17/5. വന്ന വഴി ചെയ്ത വഴി ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിന്റെ ആവശ്യമുള്ളൂ, അല്ലാതെ വെറുതെ സമയം കളയണ്ട. ഓക്കെ, ഇനി അടുത്ത് പറയാണ് 2 ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 1.1 ഇൻറ്റു 1.11. ഇതിന്റെ വില കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് 111നെ 11 കൊണ്ട് അങ്ങ് ഗുണിക്കുക, അല്ലെ? 111നെ 11 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര? നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയേ. 111നെ 11 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1221 ഇങ്ങനെയായിരിക്കും. സംശയമുണ്ടോ? അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ. 111നെ 11 കൊണ്ട് ഗുണിക്കാന്ന് വെച്ചാൽ 111 ഇങ്ങനെ എഴുതുക, അതിന്റെ കൂടെ 111 ഒരു തവണയും കൂടെ എഴുതുക, ഇവരെ കൂട്ടി എഴുതുക, അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 1221 ആണ്. ശരിയല്ലേ? ഇനി നിങ്ങൾ ദശാംശ സ്ഥാനം എണ്ണി നോക്കുക. ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, 2 1 3 സ്ഥാനം, 2 1 3 സ്ഥാനം. അപ്പൊ ഈ 3 സ്ഥാനം അതിലേക്ക് കൊടുക്കുക. 3 ദശാംശ സ്ഥാനം. 1221ൽ 3 ദശാംശ സ്ഥാനം കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 1.221 എന്നുള്ളതാണ്, അല്ലെ? ഇത്രേ ഉള്ളൂ ഇതിന്റെ ആൻസർ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് ആ സംഖ്യകളെ മാത്രം എടുത്ത് ഗുണിച്ചെഴുതുക. ശേഷം അതിൽ എത്ര ദശാംശ സ്ഥാനങ്ങൾ വന്നിട്ടുണ്ടോ അത് പൂർണ്ണമായി എന്ത് ചെയ്യുക? ആ ഉത്തരത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ചെയ്ത കാര്യം മനസ്സിലായോ? ഇവിടുത്തെ ഉത്തരം എന്താണെന്ന് ക്ലിയർ ആണല്ലോ, അല്ലേ? യെസ്, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, ഈ 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ചോദ്യം മാത്രമാണ് ഉത്തരമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി നിർത്തിയത്. ബാക്കി എല്ലാവർക്കും ഉത്തരം ഉണ്ടായിരുന്നു. അവയെല്ലാം നമുക്ക് ചെയ്യാനും പറ്റും. വളരെ മനോഹരമായ ചോദ്യങ്ങളായിരുന്നു. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയാനായിട്ടൊന്നുമില്ല. 1-2 ചോദ്യങ്ങൾ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാകും എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. ശരിയല്ലേ? അപ്പൊ വലിയ കുഴപ്പമില്ലാതെ തന്നെ ഈ പരീക്ഷയും കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ഫേസും ഈ ഒരു ഫേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സാമ്യതകളുണ്ട്. പല ടോപ്പിക്കുകളും ഒരുപോലെ തന്നെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അടുത്ത പരീക്ഷയിൽ നമ്മൾ ആ ഒരു ട്രെൻഡ് തന്നെ പ്രതീക്ഷിച്ച് പോവുക കേട്ടോ. ഒരുപാട് ടഫ് ആവൂല, ഒരുപാട് ലൈറ്റും ആവൂല കേട്ടോ. അപ്പൊ ഇപ്പൊ ആദ്യത്തെ ഫേസും ഈ ഒരു രണ്ടാമത്തെ ഫേസും വരുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് അടുത്ത പരീക്ഷയിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അത് കൃത്യമായി നോക്കുക. ഒന്നും കൂടെ ഒന്ന് ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. ഈ 2 പരീക്ഷകളിലും ആവർത്തിച്ചു വന്ന ടോപ്പിക്കുകൾ ഒന്നും കൂടെ നോക്കി വെച്ചോ
കേട്ടോ. ആവർത്തിച്ച് വരുന്നത് നമുക്ക് അടുത്ത പരീക്ഷയിൽ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ടോപ്പിക് പഠിച്ചാൽ അതിനകത്ത് നിന്ന് തന്നെ 2, 3 മാർക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അതൊന്ന് നോക്കി വെച്ചോ കേട്ടോ. 20 മാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അത് കൈപ്പിടിയിൽ ഒതുക്കുക, നന്നായിട്ട് അധ്വാനിക്കുക, കൃത്യമായി പരീക്ഷ എഴുതുക, ജോലിയിലേക്ക് പോവുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.